പോസിറ്റീവ് അഫർമേഷൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഇങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾ ബെഡിൽ നിന്ന് എണീക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ എണീക്കുന്നു, ആരാണെങ്കിലും കുറച്ച് നേരം ഇരിക്കുന്നു, മൊബൈൽ എന്തെങ്കിലും നോക്കുന്നു, മെസ്സേജ് എന്തെങ്കിലും വരുന്നു നോക്കുന്നു, എണീക്കുന്നു. ഇന്ന് മുതൽ നമുക്ക് ചെറിയൊരു ചേഞ്ച് വരുത്തിയാലോ? നമ്മൾ ഒരു 5 മണി അല്ലെങ്കിൽ 5:30 അല്ലെങ്കിൽ 6 മണി എത്ര സമയത്ത് എണീക്കുന്നു എണീറ്റിട്ട് ഒരു 5 മിനിറ്റ് മൊബൈൽ തൊടാൻ പാടില്ല. പക്ഷെ ആ 5 മിനിറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഈശ്വരൻ നിങ്ങൾ വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ ഈശ്വരനോട് അല്ലെങ്കിൽ ആർക്കാണ് നിങ്ങൾക്ക് ഏറ്റവും അഡ്മയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുണ്ടെങ്കിൽ അവരെ കുറിച്ച് വിചാരിക്കുക. ഈശ്വരനാണ് ഏറ്റവും ബെസ്റ്റ് വിചാരിച്ചിട്ട് നിങ്ങൾ പറയുക, ഇന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും, ഇന്നത്തെ ദിവസം സൂപ്പർ ആയിരിക്കും എന്ന് വിചാരിക്കുക. എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. സേ ഇറ്റ് ഔട്ട് ലൗഡ്, ഉറക്കെ പറയാം. ഉറക്കെ പറയാന്ന് വെച്ചാൽ ആരെയും എണീപ്പിക്കുന്ന രീതിയിലല്ല, പക്ഷെ കുറച്ച് ഉറക്കെ പറയാം. അതിനുശേഷം നിങ്ങൾക്ക് നോക്കാം എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ ആ ദിവസം വളരെ നല്ല മനോഹരമായിരിക്കും. അപ്പോൾ ഇങ്ങനെ നല്ലത് പറയാം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് പറയുക, എഴുതുക. ഇതിനാണ് അഫർമേഷൻസ് എന്ന് പറയാം, പോസിറ്റീവ് അഫർമേഷൻസ്. ഇത് നമ്മുടെ ശബ്ദം പുറത്തേക്ക് വരുന്നത് അതൊരു വൈബ്രേഷൻ ആയിട്ടാണ് യൂണിവേഴ്സിലേക്കൊക്കെ വരിക. അപ്പോൾ അതുകൊണ്ട് ചിലർ പറയും, നമ്മളിങ്ങനെ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ ആൾക്കാരോ അല്ലെങ്കിൽ വയസ്സായ ആൾക്കാരോ നമ്മുടെ ആൻസസ്റ്റേഴ്സോ ഒക്കെ പറയും. അതായത് നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സത്യമായി വരും എന്നുള്ളത് നമുക്ക് നടക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും, സൂപ്പറായിരിക്കും. അല്ലെങ്കിൽ ഇന്ന് എനിക്ക് തലവേദനയ്ക്ക് ഇത്തിരി ശമനമുണ്ട്. നമ്മൾ ഈ ചികിത്സ ചെയ്യുമ്പോൾ വേറെയും ചില കാര്യങ്ങൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡോക്ടർക്ക് മാത്രമല്ല നമുക്കും കൂടി ഒരു തോന്നൽ വരണം, എനിക്ക് അസുഖം മാറണം അല്ലെങ്കിൽ എനിക്ക് വേദന മാറണം എന്നുള്ളത്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ കുറച്ച് സാമ്പിളായിട്ട് കുറച്ച് പിക്ചേഴ്സ് ഇതിലിടാം, അതേമാതിരി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ മതി. സോ ടേക്ക് കെയർ.